എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 63-ാം ദിവസം. ഇന്ന് 621 മുതൽ 630 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ദിവ്യവിഗ്രഹായേ നമഃ. ഓം ക്ലീങ്കാരിയേ നമഃ. ഓം കേവലായേ നമഃ. ഓം ഗുഹ്യായേ നമഃ. ഓം കൈവല്യപദദായിന്യേ നമഃ. ഓം ത്രിപുരായേ നമഃ. ഓം ത്രിജഗദ്വന്ദ്വായേ നമഃ. ഓം ത്രിമൂർത്തിയേ നമഃ. ഓം ത്രിദേശേശ്വരിയേ നമഃ. ഓം ത്രിക്ഷരിയേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ദിവ്യ വിഗ്രഹായേ നമഃ. ഓം ക്ലീങ്കാരിയേ നമഃ. ഓം കേവലായേ നമഃ. ഓം ഗുഹ്യായേ നമഃ. ഓം കൈവല്യപദദായിന്യേ നമഃ. ഓം ത്രിപുരായേ നമഃ. ഓം ത്രിജഗദ്വന്ദ്വായേ നമഃ. ഓം ത്രിമൂർത്തിയേ നമഃ. ഓം ത്രിദേശേശ്വരിയേ നമഃ. ത്രിദശേശ്വരിയേ നമഃ. ഓം ത്രിക്ഷരിയേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം നോക്കാം. ഓം ദിവ്യവിഗ്രഹായേ നമഃ. ദിവ്യവിഗ്രഹ, ദിവ്യമായ ശരീരത്തോട് കൂടിയവൾ ദേവി. ഓം ക്ലീങ്കാരിയേ നമഃ. ക്ലീങ്കാരി എന്ന് വെച്ചാൽ ക്ലീം എന്ന മന്ത്രാക്ഷരത്തിൻ്റെ സൃഷ്ടാവ്. ഓം കേവലായേ നമഃ. കേവല എന്ന് പറഞ്ഞാൽ പരിപൂർണയായിട്ടിരിക്കുന്നവൾ. അതായത് മനസ്സിലാക്കാൻ മറ്റ് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. ബ്രഹ്മസ്വരൂപിണിയായിട്ടിരിക്കുന്നവളാണ്. മനസ്സിലാക്കാൻ കേവലമെന്ന് വെച്ചാൽ വിശേഷണങ്ങളൊന്നും തന്നെ വേണ്ട ദേവിയെ അറിയാൻ വേണ്ടി. നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ എന്താണ്, നമ്മൾ ഇന്നയാളുടെ മകളാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ്, ഇന്ന ഇടത്ത് താമസിക്കുന്നു എന്നൊക്കെ വിശേഷണങ്ങളുണ്ട്. പക്ഷേ ദേവി അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും ദേവിയെ അറിയാൻ വേണ്ടി വേണ്ട. ദേവി പരിപൂർണയായിട്ടിരിക്കുന്നവളാണ്, ബ്രഹ്മസ്വരൂപിണിയായിട്ടിരിക്കുന്നവളാണ്. ഓം ഗുഹ്യായേ നമഃ. ഗുഹ്യ എന്ന് വെച്ചാൽ ഗോപ്യമായി ഇരിക്കുന്നവൾ, ഗോപ്യമായി അറിയേണ്ടവൾ. ദേവിയെ എങ്ങനെയാണ് രഹസ്യമായ ഉപാസനാമൂർത്തിയാണ് ദേവി. അപ്പോൾ ദേവിയെ ഗോപ്യമായാണ് അറിയേണ്ടത്. ഗുരുമുഖത്തിൽ നിന്നും മന്ത്രങ്ങൾ ലഭിച്ചാണ് നമ്മൾ ദേവിയെ അറിയേണ്ടത്. ദേവിയുടെ ഉപാസനകളെല്ലാം തന്നെ എങ്ങനെ ആയിരിക്കണം? അതീവ രഹസ്യമായിരിക്കണം, ഗോപ്യമായി ചെയ്യേണ്ടതാണ്. അടുത്തത് ഓം കൈവല്യപദദായിനി. മോക്ഷപദത്തെ കൊടുക്കാൻ സാധിക്കുന്നവൾ. ഞാൻ ശിവനാണ് എന്ന് പറയാനായിട്ട് മോക്ഷത്തിൻ്റെ പദം കൊടുക്കുന്നവളാണ് ദേവി. മോക്ഷപദത്തെ കൊടുക്കാൻ, തൻ്റെ ഭക്തന് മോക്ഷപദത്തെ കൊടുക്കാൻ സാധിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് കൈവല്യപദദായിനി. ഓം ത്രിപുരായേ നമഃ. ത്രിപുര എന്ന് വെച്ചാൽ 3 പുരത്തിനും അധീശ്വരിയായിട്ടുള്ളവൾ. ഭൂർഭുവസ്വ എന്ന് പറയുന്നതും ദേവി തന്നെയാണ്. ത്രിമൂർത്തികൾക്ക് മുന്നേ ഉള്ളത് എന്ന് പറയുന്നതും ദേവിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാത്തിനും അധീശ്വരി, 3 പുരത്തിനും അധീശ്വരിയായിട്ടുള്ളവൾ. ത്രിമൂർത്തികൾക്കും മുന്നേ ഉള്ള ആളാണ് എന്ന് വെച്ചാൽ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന ആളാണ് ത്രിപുര. ഇനി അടുത്തത് ത്രിജഗദ്വന്ദ്വായേ നമഃ. ത്രിലോകങ്ങളിലും വസിക്കുന്നവരാൽ വന്ദിക്കപ്പെടുന്നവൾ. ത്രിലോകങ്ങളിലും, അതായത് ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും എല്ലാം ദേവിയെ വന്ദിക്കുന്നുണ്ട്. അങ്ങനെ വന്ദിക്കപ്പെടുന്നവളാണ്. ത്രിലോകങ്ങളിലും വസിക്കുന്നവരാൽ വന്ദിക്കപ്പെടുന്നവളാണ് ദേവി. ഇനി അടുത്തത് ത്രിമൂർത്തിയേ നമഃ. ത്രിമൂർത്തികൾക്കും അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ ശക്തി കൊടുക്കുന്നവൾ. ത്രിമൂർത്തി എന്ന് വെച്ചാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശക്തി കൊടുക്കുന്നവളാണ് ദേവി. അല്ലെങ്കിൽ 3 രൂപത്തിലും ഏകീകരിച്ചവളാണ് ദേവി. ത്രിമൂർത്തികൾക്ക് ശക്തി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശക്തികൾ 3 ദേവി തന്നെയാണ്. ഇനി അടുത്തത് ത്രിദേശേശ്വരിയേ നമഃ. ത്രിദശന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവർ. ത്രിദശന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർ. ത്രിദേശേശ്വരി, ത്രിദേശന്മാരുടെ ഈശ്വരി.
ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. ദേവന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവളാണ് ദേവി. ത്രിദശ എന്ന് വെച്ചാൽ 3 ദശകൾ, 3 അവസ്ഥ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമാണ് 4 അവസ്ഥകൾ. എന്നാൽ ദേവന്മാർക്ക് 3 അവസ്ഥകൾ. എപ്പോഴും അവർ ഈ യൗവന ദശയിൽ മാത്രമാണ് ഇരിക്കുന്നത്. ബാല്യം, കൗമാരം, യൗവനം. ആ 3 ത്രിദശന്മാരുടെ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് അവരെപ്പോഴും യൗവനയുക്തന്മാരാണ്. അങ്ങനെയുള്ളവർക്ക് ഈശ്വരിയായിട്ടുള്ളവൾ, അതായത് ത്രിദശന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവൾ. ഓം ത്രശ്ശരിയേ നമഃ. ത്രശ്ശരി 3 അക്ഷരം കൂടി ചേർന്നവൾ. ആ ഉ അം. ആ ഉ അം എന്ന് വെച്ചാൽ ഓം. ഓം എന്ന അക്ഷരം, ഓം എന്ന ഓങ്കാര സ്വരൂപമാണ് ദേവി. അതാണ് ത്രശ്ശരി, 3 അക്ഷരങ്ങളോട് കൂടിയവൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവ്യ വിഗ്രഹമായിട്ടും മോക്ഷപദത്തെ കൊടുക്കാൻ സാധിക്കുന്നവളും 3 പുരത്തിനും അതീശയായിട്ടുള്ളവും ദേവന്മാരുടെ ഈശ്വരിയായിട്ടുള്ളവരും എന്ന് വേണ്ട എല്ലാ സകല ഗുണസമ്പന്നയായ അതീവ സുന്ദരിയായ അതീവ എന്താ പറയുന്നത്, നമ്മുടെ എല്ലാം അമ്മയായ ശ്രീ ലളിതാ പരമേശ്വരിയെ നമുക്ക് ഓരോ ദിവസവും അറിഞ്ഞറിഞ്ഞ് നമുക്കിങ്ങനെ അമ്മയോട് കൂടുതൽ അടുക്കാം. അമ്മയോടടുത്ത് കഴിയുമ്പോഴാണ് അമ്മ നമ്മൾക്ക് നിധി തരുന്നത്, നമ്മളെ പ്രസാദിക്കുന്നത്. അമ്മയുടെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും തന്നെ ആവശ്യമില്ല. അമ്മയുടെ കയ്യിലുള്ള നിധി നമുക്ക് തരും. എന്ന് വെച്ചാൽ അമ്മയെ കൂടുതൽ അടുക്കുക, അമ്മയുടെ പ്രസാദത്തിന് പാത്രീഭൂതരാകുക. അങ്ങനെ അമ്മയെ നമുക്ക്, അങ്ങനെയുള്ള ഈ പ്രപഞ്ചമാതാവിനെ നമുക്ക് ശുദ്ധിയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഉപാസിക്കാം. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.